ട്രിപ്പിൾ ഓം ശാന്തി. ജ്ഞാനം, യോഗം, ധാരണ, സേവനം, ഈ 4 വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോരോ രീതിയിൽ. ഇപ്പം ഞാനും ചെയ്യണു, ബ്രഹ്മകുമാരീസിലിരുന്നിട്ട് ചെയ്യണു. അല്ലാത്തവര് ബ്രഹ്മകുമാരീസ് വിട്ട കുറെ ടീമുകളുണ്ട്. അതായത് ഓം മണ്ഡലി പാർട്ടി, പിന്നെ അഡ്വാൻസ്ഡ് വീരേന്ദ്ര ബാബയുടെ രീതിയിൽ, ഇനിയിപ്പോ ഗീതാ മാതാജിയുടെ രീതിയിൽ വേറെ, അങ്ങനെ ഇനിയും വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരാൻ സാധ്യതയല്ല ഉണ്ട്, ക്ലാസിഫിക്കേഷൻ വരും. അത് മെയിനായിട്ട് ഇതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ബാബ, ബീജം, പരമാത്മാവ്. അത് കഴിഞ്ഞിട്ട് ത്രിമൂർത്തികൾ. ഇവിടെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെ, അതായത് കറണ്ട് ആണ് ഉണ്ടാവുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ലൗകികത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കറണ്ടാണ് ഉണ്ടാവുന്നത്. അതിന് 3 ഫേസ് ആയിട്ടാണ് വരിക. 3 ഫേസ് RYB എന്ന ഫേസിലാണ് വരുന്നത്. പിന്നെ അത് നേരെ ട്രാൻസ്ഫോർമറിലേക്ക് പല രീതിയിൽ എത്തിയിട്ട്, ഇപ്പൊ നമ്മുടെ ട്രാൻസ്ഫോർമറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഹെവി കറണ്ട് നേരെ 3 ഫേസ് ആയിട്ട് വരും. എന്നിട്ട് അവിടുന്ന് 5 ആയിട്ട് പോകും. ഇത് ബാബയുടെ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയൊരു സംഭവമാണ്. അപ്പൊ എത്രേ, 5 3 8 ആയില്ലേ. 5 ആയിട്ട് പോണത് എന്താ സംഭവം? 3 ഫേസ് ഇങ്ങോട്ട് വരും, ട്രാൻസ്ഫോമറിൽ വരും. അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് ഒരു ന്യൂട്രലാക്കും. പിന്നെ ബാക്കി കറണ്ടുകൾ ഓരോരോ സ്ഥലത്തേക്കുള്ള ലോഡാക്കുന്ന വിധത്തിലുള്ള കറണ്ടുകളാക്കിയിട്ട് തിരിച്ചിട്ട് വീണ്ടും സപ്ലൈ ചെയ്യും. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് കാണാൻ പറ്റുന്ന കേട്ടോ, മറ്റേ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ത്രിമൂർത്തികളെ നമുക്ക് അവസാനം വരെ കാണാൻ പറ്റില്ല. ത്രിമൂർത്തികളെ കാണാൻ പറ്റില്ല എന്നല്ല, എന്താ പറയാ, ത്രിമൂർത്തികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അവസാനം വരെയും കാണാൻ വലിയൊരു പ്രയാസമുണ്ടാവും. അതായത് ബ്രഹ്മാവിനെ നമ്മൾ കണ്ടു. പക്ഷെ ഇതേ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവല്ല ബ്രഹ്മാവ്, ഞങ്ങളാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടീമാണ് മറ്റേ ഇപ്പത്തെ ഈ അഡ്വാൻസ്ഡ് പാർട്ടിയിലുള്ള പലരും പറയുന്നത്. അപ്പോ എന്നാ അവര് ബ്രഹ്മബാബയില് ശിവബാബ എന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്, എന്നാ അവരിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഗീതാമാതാജിയാണ് ബ്രഹ്മാവിന് ജ്ഞാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബഡി അമ്മ അത് ബ്രഹ്മാവല്ല, അത് മാതാജിയാണ് എന്ന രീതിയിൽ അവർ കുറെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അതിനെ നമ്മൾ തർക്കിക്കാനോ പിടിക്കാനോ നിൽക്കണ്ട. പ്രാക്ടിക്കലായിട്ടുള്ള അതാണ്. ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരും. ആർക്ക് വരും? കുറച്ച് പേർക്ക് വരും. അത് ചിലപ്പോൾ ലാസ്റ്റിലുള്ളവർക്ക് വരും. അഷ്ടരത്നങ്ങൾക്കും 108നും 16,108 കൺഫ്യൂഷൻ വരില്ല. 9 ലക്ഷത്തിലുള്ളവർക്ക് വരും. അതുപോലെ 33 കോടിയിൽ അവസാനത്തിലുള്ളവർക്ക് വരും. അപ്പൊ ഇനി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പല രൂപത്തിൽ ഇത് മാറും. കാരണം എന്താ വെച്ചാൽ മഹാവിനാശം വരും. ഇപ്പൊ മഹാവിനാശം വരും, പുതിയ സത്യാഗ്രഹം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് ഓരോരുത്തർ. മഹാവിനാശം വരും, സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും. പക്ഷെ അതെപ്പോ നമ്മുടെ ഉള്ളില് നമ്മുടെ മുഴുവൻ കർമ്മക്കണക്കും തീർന്നാൽ തന്നെ ഓരോരുത്തർക്കും അതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. കർമ്മക്കണക്ക് തീരാതെ അതിന്റെ ക്ലാരിറ്റി കിട്ടൂല. കുറെ പേരിപ്പോ ബ്രഹ്മകുമാരീസില് അടിമകളാണ്. എന്താണ് പറയുന്നത്? അത് അതേപോലെ ഓം ശാന്തി, ഓം ശാന്തി, ഭയ അത് ചെയ്യും, സിസ്റ്റർ അത് ചെയ്യും. ഇത് ചെയ്യിപ്പിക്കുന്ന വ്യക്തികൾക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല. ആവശ്യം എന്തായിരിക്കും? സേവനായിരിക്കും.
അപ്പൊ ഞാൻ പങ്കെടുത്തോണ്ട് ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് പറയട്ടെ, പങ്കെടുത്തോണ്ട് വരാം. ചെറിയ കാര്യങ്ങൾ. അപ്പൊ ലാസ്റ്റത്തെ കോട്ടക്കലത്തെ ഒരു ഇതിലെ സേവനത്തിലാണല്ലോ ഞാൻ അവിടുന്ന് വേറിട്ട് വരേണ്ടി വന്നു. അപ്പൊ അതില് ഒരു കൊടി കെട്ടിയ കാര്യമാണ്. രസം എന്താന്ന് വെച്ചാല് എന്നെ ഫ്രീ ആക്കിയിട്ടുള്ളൂ. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആക്കിയിട്ടാണ് സേവനത്തിനായിട്ടുള്ളത്. ബായി ഒന്നും ചെയ്യാൻ, അതായത് എന്തൊക്കെ ആവശ്യമുള്ള അവരെ സഹായിച്ചാൽ മതി. പെട്ടെന്ന് രാത്രി വെച്ചിട്ട് പറഞ്ഞു കൊടി കെട്ടു പറഞ്ഞപ്പോ ഞാൻ അവിടെ ഉള്ള കൊടിയൊക്കെ എടുത്തിട്ട് പോയി. അങ്ങനെ കൊടി കെട്ടി, രാത്രിയാണ് കൊടി കെട്ടുന്നത്. കൊടിയൊക്കെ കെട്ടി വന്നതിന് ശേഷം അവർ പറഞ്ഞു ആ എടുത്തു വെച്ച കൊടി, അതായത് ഞാൻ അവിടെ നിന്ന് എടുത്തു പോയി ആ കൊടി അവർ മാറ്റി വെച്ചതായിരുന്നു. എനിക്കറിയാം, കാരണം എന്നോട് അങ്ങനത്തെ സേവനങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിൽ എന്നെ അപ്പോൾ ഉൾപ്പെടുത്തായിരുന്നു. അപ്പൊ കിട്ടിയ കൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പോയി. അപ്പൊ ഇത് പിന്നെ ഭയങ്കര ചർച്ചയായി. ഞാൻ ഇതൊരു തവണ പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം ആ കൊടി അഴിക്കുകയും ചെയ്തു. ഞാൻ തന്നെ പോയി, ഞാനും വേറൊരു ഭായും കൂടെയാണ് കൊടി അഴിക്കുകയൊക്കെ ചെയ്തത്. ഇനി ഇതേപോലത്തെ കുറെ മണ്ടൻ സേവനങ്ങൾ, അതായത് ഒരു വ്യക്തത ഇല്ലാത്ത സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നടക്കണം, ഇനി ഒരുപാട് നടക്കും. കാരണം എന്താ വെച്ചാല് ക്ലാരിറ്റി അവർക്കേ ഇല്ല. എന്റെ ഉന്നത തലത്തിലുള്ള ആളുകൾക്കേ ക്ലാരിറ്റി ഇല്ല, ബുദ്ധിയുടെ ക്ലാരിറ്റി ഇല്ല. അപ്പൊ സമയം എത്ര വേസ്റ്റ് ആയി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സേവനമാട്ടെ ഞാൻ പറഞ്ഞു. കൊടി കെട്ടാനായിട്ട് നിയോഗിച്ചിട്ടില്ലായിരുന്നു എന്നെ. എന്നോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാനാ പറഞ്ഞു. അപ്പൊ എന്നെ കൊടി കെട്ടാൻ ഏൽപ്പിച്ചു. അപ്പൊ ഞാൻ പോയി നോക്കുമ്പോ കിട്ടിയ കൊടിയൊക്കെ എടുത്തിട്ട് ഞാനും പോയി. അത് അവർ മാറ്റി വെച്ച കൊടിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അവര് മാറ്റി വെച്ചതാണ്. ഒന്നുകിൽ വല്ല ഷെൽഫിലോ എടുത്ത് അടച്ച് പൂട്ടി വെക്കണം. കാണുന്ന സ്ഥലത്ത് വെച്ചതുകൊണ്ട് ഞാൻ അവിടെ കറങ്ങി വന്നപ്പോ ആ കിട്ടിയ കൊടി എടുത്ത് പോയി. അതെന്റെ തെറ്റ്. കാരണം എന്താ, ആ സമയത്ത് എന്നോട് പറയുകയും ചെയ്തിരുന്നു കൊടിയും കയറും ഒക്കെ എടുത്തിട്ട് പോയിക്കോളൂ പറഞ്ഞു. അപ്പൊ നമ്മൾ കണ്ട കൊടി എടുത്തിട്ട് പോവല്ലേ ഒരു കഥ കേട്ടോ. ഇനി ഒരുപാട് സേവനങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ഈ ബ്രഹ്മകുമാരീസിൽ വർഷങ്ങളായിട്ട് സേവനം നടത്തുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാനും പോയി സേവനം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നടന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്ത സേവനങ്ങൾ എന്തെല്ലാമാണ്. യോഗം ധാരണ അത് പിന്നെ ആരും കാണുന്നില്ല. എത്ര വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് കാണുന്നുണ്ട്. യോഗ എത്ര ചെയ്യുന്നുണ്ട്, ധാരണ എത്ര ചെയ്യുന്നുണ്ടെന്ന് പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉന്നത തലത്തിലുള്ള, ഞാൻ ആളെയൊന്നും പറയുന്നില്ല കേട്ടോ, ഉന്നത തലത്തിലുള്ള ആളുകൾ ഗദ്ദിയിൽ കൊണ്ട് ഈ താഴത്തുള്ള ആളുകളെ വിമർശിക്കാറിന് ചെറിയ കാര്യം പറഞ്ഞോളൂ. അത് ഇത്ര വർഷമായിട്ടും ഈ മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലോ എന്ന് ഗദ്ദിയിലിരുന്നിട്ടാ പറയുന്നത്. അപ്പൊ അവരെത്രത്തോളം ധാരണ ചെയ്തിട്ടുണ്ടെന്നുള്ള ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇത് മറ്റേ യൂട്യൂബിൽ വരില്ല. കാരണം എന്താ വെച്ചാല് ഒരു തവണ ഒരു സെന്ററില് കറണ്ട് പോയി. അപ്പൊ നോക്കുമ്പോ എന്താ, അവിടുത്തെ ആ കറണ്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആള് വേറെ സ്ഥലത്താണ് പെട്ടത്. അപ്പൊ കുറച്ച് സമയം അവിടെ ഇതായി പോയി, ആകെ മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ യൂട്യൂബിന്റെ കാര്യങ്ങളും ഇതൊക്കെ അവിടെ സ്റ്റക്കായില്ലേ. അപ്പൊ ഈ ഗദ്ദിയിലിരിക്കുന്ന അത്രയും വർഷത്തെ പ്രാക്ടീസ് ഉള്ള വ്യക്തി പറഞ്ഞ ഒരു ചെറിയൊരു വാക്ക്, ഇതൊക്കെ എത്രയും ബുദ്ധിയുള്ള മണ്ടത്തരാണല്ലോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് സംഗതി ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ ആ മഹത്തായ വ്യക്തി ഏത് മഹത്തായ രീതിയിലേക്കാണോ ഉയരാൻ പോകുന്നത് അത്രയും ധാരണ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് പറയാം. പിന്നെ എന്റെ കാര്യം വിട്ട് നമ്മൾ എവിടേക്ക് എത്താനൊന്നും പോണില്ലാന്ന്. കാരണം ഇപ്പൊ ബ്രഹ്മകുമാരീസ് വിട്ട് അഡ്വാൻസിൽ പോണ്. പിന്നെ ഇപ്പൊ ഇവിടെ അങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് യോഗം ചെയ്യുന്നുണ്ടോ? ധാരണ ചെയ്യുന്നുണ്ടോ? ആരെ കാണിക്കാന്? സേവനം ചെയ്യുന്നുണ്ട്. എന്ത് സേവനം ഇപ്പൊ ഞാൻ ചെയ്യുന്നു? വീട്ടിന്റെ അകത്ത് വീടിന്റെ ചുറ്റുമുള്ള കുറെ മരങ്ങൾ വെട്ടി, പിന്നെ എന്ത് സേവനം ഇപ്പൊ ഞാൻ ചെയ്യുന്നു? ഞാൻ കാര്യമായിട്ട് സേവനം ചെയ്യുന്നുണ്ട്? ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യും.
ഇതാണ് എൻ്റെ സേവനം. പിന്നെ നമ്മളെ എൻ്റെതായ എനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഫാമിലി ഉണ്ടല്ലോ, കൽപ്പത്തെ ഫാമിലിയാണേ. അവരുടെ കൂടെ ഇങ്ങനെ പാട്ടും പാടി പോവും. പിന്നെ എനിക്ക് സേവനം എന്ത് ചെയ്യാനുണ്ട് അതേ ഞാൻ ചെയ്യുള്ളൂ. മനസ്സാ സേവനം എത്ര വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്, എത്ര വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സാ സേവനം എന്താണ്, അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം. എനിക്കറിയാൻ കൂടല്ല. ഇനിയിപ്പോ അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസ് പറ്റി ഞാൻ സംശയം ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കാം. ആ വക പരിപാടിയൊന്നുമില്ല. അത് വിട്ടതാ. വിട്ടാൽ വിട്ടു എന്ന് പറഞ്ഞാല് ബ്രഹ്മകുമാരീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളിൽ കുറെ കാര്യങ്ങൾ കണ്ടു വിട്ടു. പിന്നെ ഈ സെലിബ്രിറ്റി പറയുമ്പോ നല്ലൊരു സെലിബ്രിറ്റിയാണ് ശിവാനി സിസ്റ്റർ. നമ്മുടെ പാലക്കാട് സേവനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് വരുന്നത് അവർക്ക് ഡിസ്റ്റർബ് ആവാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവർ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് 9 മണിക്ക് മുന്നേ എല്ലാവരും, അന്ന് 9 മണിക്കാണ് അവിടുത്തെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ നല്ലൊരു സെലിബ്രിറ്റി വരുന്നു കാര്യങ്ങൾ. കാരണം കുറെ പേര് ഈ സെലിബ്രിറ്റിയെ കാണുന്നുണ്ട് യൂട്യൂബ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി. എത്രയോ ഫോളോവേഴ്സും എത്രയോ ലൈക്കും കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബ്രഹ്മകുമാരീസിലെ നല്ലൊരു സേവാദാരി. ഈ സേവാദാരി വരുമ്പോ ആദ്യമേ തന്നെ VKസിനോട് നമ്മുടെ പാലക്കാട് നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു, ശല്യം ചെയ്യരുത് പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. 9 മണിക്ക് കൃത്യമായിട്ട് ഹാളിൽ കയറണം. പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും എഴുന്നേറ്റ് പോകരുത്. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എത്ര തവണ എന്നറിയാം, ഒരുപാട് തവണ. എന്നാലും ഇതൊക്കെ തന്നാലും ശരി BKS തന്നെയാണ് അവിടെ ഉണ്ടായത്. അവര് ചുറ്റും കൂടും. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആ സമയത്ത് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ശിവാനി സിസ്റ്റർ വരാൻ കുറച്ച് നേരം വൈകി, ഒരു 5-10 മിനിറ്റ് നേരം വൈകി. പക്ഷെ എന്നാലും നല്ല യോഗികൾ, എല്ലാവരും നല്ല യോഗം ചെയ്ത് നല്ല വൈബ്രേഷൻ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അവിടെ. ആ ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും ഈ യൂട്യൂബ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അതിന് ഫോളോവേഴ്സും എത്ര മില്യൺ വ്യൂവേഴ്സും ആയി കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റികളായി. എന്താണ് സെലിബ്രിറ്റി? ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ മനുഷ്യരാണ്. എത്ര വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവർ മനുഷ്യരാണ്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൂടുതൽ നിർദ്ദേശം വെക്കാൻ പാടില്ല. ഇത് നിർദ്ദേശം വെക്കും തോറും അതിന്റെ തിക്കും തിരക്കും, അതായത് ചെയ്യരുത് എന്ന് പറയും തോറും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടെ ചെയ്യാം വ്യക്തികൾക്ക്. ഈ മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെ ബാക്കിയുള്ള നടന്മാരൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവരെ കാണാനും അവരൊന്ന് തൊടുന്നതിലല്ല പ്രശ്നം, പിച്ചും അല്ലെങ്കിൽ നുള്ളും അടിക്കും. ഇതാണ് അവർക്ക് ഡിസ്റ്റർബൻസ്. അല്ലെങ്കിൽ അവരുടെ മേത്തേക്ക് വീഴും. അതുകൊണ്ടാണ് അവര് ഈ പ്രൊട്ടക്ഷൻ വയ്ക്കുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി Z കാറ്റഗറി, രാഷ്ട്രപതി Z കാറ്റഗറി പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. Z കാറ്റഗറി എന്തൊക്കെയാണ്? ബ്ലാക്ക് കാറ്റ്സ്, പിന്നെ അതുപോലെ ബാക്കിയുള്ള ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് അവർ നിർത്തിയിട്ടുള്ളത്. പിന്നെ അവരുടെ ആ പദവി കഴിഞ്ഞാലോ ഒരു Z കാറ്റഗറി ഇല്ല, അവർക്ക് പെൻഷൻ ഉണ്ടാവും, അവിടുന്ന് ഇറങ്ങിക്കോളൂ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പോയിട്ട് ആരെങ്കിലും പ്രധാനമന്ത്രിനെ തൊടാനോ പിച്ചാനോ നിൽക്കുമോ? പക്ഷെ ഈ സിനിമ സ്റ്റാറുകള് അതുപോലെ ബാക്കിയുള്ള താരങ്ങള് അവരുണ്ടാക്കി വെച്ച ഇമേജുകൾ, ഇപ്പൊ സിനിമ സ്റ്റാർ തന്നെ ഇപ്പൊ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവരുണ്ടാക്കി വെച്ചൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവാണ്. പക്ഷെ അവരുടെ കഴിവിന്റെ പിന്നിൽ ബാക്കിൽ ഒരുപാട് വ്യക്തികളുടെ പ്രയത്നമുണ്ട്. അപ്പോ മോഹൻലാല് മമ്മൂട്ടി, നമുക്കൊരു ഉദാഹരണം പറയട്ടെ. അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മലയാളത്തിൽ ഏറ്റവും സുപരിചിതരാണല്ലോ ഇവർ. അതുപോലെ തന്നെ ഒരു സുപരിചിതനാണ് റഹ്മാൻ കേട്ടോ.
റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാല് കത്തി നിൽക്കുന്ന നായകന്റെ ആ ഒരു സമയത്താണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും വന്നിട്ട് റഹ്മാന് അതുപോലെ ശങ്കർ അവരൊക്കെ നല്ല കത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റേ സത്യൻ അതുപോലെ നമ്മുടെ ജയൻ അവരൊക്കെ മരണപ്പെട്ട് പിന്നെ ആ ഒരു അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇവര് കയറിയത്, മോഹൻലാലും മമ്മൂട്ടി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ സ്റ്റാർ പദവിയിലേക്ക് എത്തി. കുറച്ച് സമയം തന്നെ ചെറുതൊന്നല്ല, വർഷങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ ഇവര് സ്റ്റാർ ആവാനുള്ള മെയിൻ കാരണക്കാരാണ് ആരാധകരാണ്. ആരാധകര് അവര് സ്റ്റാറുകളാക്കുകയാണ് ആരാധകര്. പിന്നെ ഇവരുടെ കഴിവ് തന്നെ കേട്ടോ. അതായത് നന്നായിട്ട് അഭിനയിക്കുക, ഏതൊരു പാർട്ട് കിട്ടിയാലും അതിനെ തന്മയത്വത്തോടുകൂടി വളരെ ശുദ്ധിയോടുകൂടി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള അവരുടെ കഴിവ് ചെറുതൊന്നല്ല, മഹത്തായ കഴിവാണ്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരായ രീതിയിലുള്ള കഴിവുകളുണ്ട്. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, 2 ഫാൻസാണ് ക്ലാസ്സിലുണ്ടാവും. എന്നിട്ട് ബെഞ്ചിൽ ചിത്രം വരച്ചു വയ്ക്കും. ഒരാൾ മമ്മൂട്ടിയുടെ ചിത്രം വരച്ചേക്കും, ഒരാൾ മോഹൻലാലിന്റെ ചിത്രം വരച്ചേക്കും. അങ്ങനെ കൊത്തി അടിച്ച അവിടെ അതിന്റെ കല വേറെ തന്നെ. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കര കലയാണ്. മോഹൻലാലിന്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു വാദപ്രതിവാദം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 2 കൂട്ടരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്കാണെങ്കിൽ അന്നേ വീട്ടിൽ ടി വി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് പടം കാണുന്നത് വളരെ അപൂർവം. പക്ഷെ നമ്മുടെ ആ 10ാം ക്ലാസ് 8ാം ക്ലാസ് ആ ബാച്ചിൽ ബാക്കിയുള്ള വ്യക്തികളെ കൂടുതലും തിയേറ്ററിൽ പോയിട്ടാണ് പടം കാണുക. അവിടെ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു സ്റ്റൈല് വേറെ തന്നെയാണ്. കാരണം അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അതിനെ എന്താ പറയുക ഉയർത്താനും താഴ്ത്താനും ആളുകളുണ്ട്. മമ്മൂട്ടിയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിന് അതിന്റെ പോരായ്മകൾ പറയാനോ അതിന്റെ ഗുണങ്ങൾ പറയാനോ അതിനായിട്ടൊരു ടീം തന്നെ ഉണ്ട്. ആര്? പുറത്തുള്ളവര്. മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല പറയാ, പുറത്തുള്ളവരാണ് പറയാ. നിങ്ങളുടെ പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ച് ശരിയല്ല, മമ്മൂട്ടി ഡാൻസ് കളിക്കാൻ എന്ത് കഴിവുണ്ട്, മോഹൻലാലാണ് കണ്ട ഏത് വിധത്തിലും ഡാൻസ് കളിക്കാം, അങ്ങനെ ആ രീതിയിൽ ഇതാക്കുന്ന ആരാണ്? ചെറുപ്പക്കാരാണ് അവരുടെ ആരാധകര്. അത് പറയുന്നു ഇത് പറയുന്നു. അപ്പൊ കണ്ടോ അഭിപ്രായങ്ങൾ വന്നു, ഓരോ വ്യക്തികളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. എവിടെ? സാധാരണക്കാരുടെ ഇടയിൽ. എന്നാ ചെന്നൈയിൽ പോയി, അല്ലെങ്കിൽ ഹൈദരാബാദ് പോയി, അതല്ലെങ്കിൽ ഡൽഹി പോയിട്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനെ ഇറങ്ങി നടന്നൂടെ? ധൈര്യമായിട്ട് ഇറങ്ങി നടക്ക, ഒരു തിരക്കും ഉണ്ടാവില്ല. തിരൂര് അതല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ ഉദ്ഘാടനം ചെയ്യാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണത്? തിക്കും തിരക്കും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ മാത്രട്ടെ. മമ്മൂട്ടി മോഹൻലാലും കേരളത്തില് പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ? വളരെ രഹസ്യമായിട്ട് അവര് പല മാളുകളിൽ വന്ന് വളരെ സിമ്പിളായിട്ട് പോണില്ലേ? വിമാനത്താവളത്തിൽ കയറി പോണില്ലേ? ട്രെയിനിൽ പോണില്ലേ? അവിടെ ഒന്നും തിക്കും തിരക്കില്ല. ഇത് ഉദ്ഘാടനം ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരെ ക്ഷണിക്കും. ഇവിടെ തിരക്കും തിക്കും ഉണ്ടാക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ. അപ്പൊ ഈ അല്ലു അർജുൻ എത്രയും സ്ഥലത്ത് ഈ പടത്തിന്റെ പ്രൊമോഷന് പോകുന്നുണ്ട്. അവിടെ ഒന്നും തിക്കും തിരക്കില്ല. പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഇവരൊക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ സേഫ്റ്റി ഒരുക്കിയിട്ടുണ്ട്. അവര് വരുന്നത് ഇന്ന സമയത്ത്, അത് കഴിഞ്ഞാൽ അവര് കുറച്ച് സമയം അവിടെ ഇരുത്തുന്നുണ്ട്, ആളുകളെ, ജനങ്ങളെ ഇരുത്തുന്നുണ്ട്. പക്ഷെ ഈ ഉദ്ഘാടന സമയം എന്ന് പറയുമ്പോൾ അവിടേക്ക് ഇവർ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റികൾക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള വേണ്ട രീതിയിലുള്ള കൈകാര്യം ചെയ്യാൻ ആ ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന വ്യക്തികൾ അതിന് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കാത്തതുകൊണ്ട്. പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇനി ബ്രഹ്മബാബ, അത് ഞാനങ്ങനെ നേരെ ത്രിമൂർത്തികൾ നേരെ അങ്ങോട്ട് കയറിയതട്ടെ. പ്രിക്കോഷൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. പ്രിക്കോഷനാണ്, സേഫ്റ്റി പ്രിക്കോഷൻ. ഇപ്പൊ ഞാൻ ITI കോഴ്സ് പഠിച്ച് അതേ ഫീൽഡുമായിട്ട് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം 2004 മുതൽ 24/10
20 വർഷത്തിന് മേലായിട്ടോ. ആദ്യത്തെ ക്ലാസ്സാണ് സേഫ്റ്റി പ്രിക്കോഷൻ. എനിക്കാണെങ്കിലോ ഞാൻ എടുത്ത കോഴ്സ് കേന്ദ്ര ഗവൺമെന്റിന്റെ NCVT സർട്ടിഫിക്കറ്റിന് വേണ്ട കോഴ്സാണ്. അപ്പോൾ അവിടെ ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുറേ റൂൾസുകളുണ്ട്. ഇത്ര % വേണം, പിന്നെ ക്ലാസ്സിൽ അറ്റൻഡൻസ് 1, അതുപോലെ മാർക്കിന്റെ പെർസെൻറ്റേജ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 3 മാസം കൂടുമ്പോൾ പരീക്ഷ. ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ 3 മാസം കൂടുമ്പോഴുള്ള ഒരുപാട് പരീക്ഷകളിൽ ഫെയിലാണെങ്കിലും ആ ക്ലാസ് ടെസ്റ്റ്, ഈ NCVTയുടെ ലാസ്റ്റത്തെ ക്ലാസ് ടെസ്റ്റിൽ ഏറ്റവും നമ്പർ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ആ ക്ലാസ്സിൽ. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ലീവ് കിട്ടി. ആ ലീവിൽ ഞാൻ പോയിരുന്ന നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മുടെ അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കി. അതിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടി ഞാൻ നന്നായി പഠിച്ചു. പാസ്സാവല്ല, 70%, 70% കൂടിയിട്ട് ഞാൻ പാസ്സായി. അപ്പോ ഇവിടെ നമ്മൾ പാസ്സാവലാണ് മെയിൻ. ബ്രഹ്മകുമാരീസ് ജ്ഞാനം, യോഗം, ധാരണ, സേവനം, 4 സബ്ജക്റ്റ്. ഒരു 70-75% മാർക്കോടുകൂടിയെങ്കിൽ നിങ്ങൾ പാസ്സാവുമെന്ന് ബാബയും ഈ ഏതൊരു മുരളിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് എന്റെ ഭാഗം. അത് മതിയെന്നേ. കാരണം ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന വേണം. കാരണം ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ അതിന്റെ കുറെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യണം. ഇപ്പൊ യൂട്യൂബില് വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള പരിപാടി എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഞാന് ചെയ്യുന്ന ചില വീഡിയോസ് ചില ആളുകൾ നന്നായി കാണുന്നുണ്ട്. അതിനെന്താ വകുപ്പെന്ന് വെച്ചാല് നേരെ അവരുടെ അടുത്തേക്ക് കൊണ്ടേ കൊടുക്കണം. അപ്പൊ മാത്രമേ എടുക്കുള്ളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, X അതുവഴി ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യും. അത് ഈ അഡ്വാൻസ്ഡ് നോളജ് ഞാനത് ഷെയർ ചെയ്യാറില്ല. ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ചെറിയ അതൊക്കെ ഞാനായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 500 വ്യൂവേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. പക്ഷെ ഈ അഡ്വാൻസ്ഡ് നോളജ് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ല. അത് ഒരാൾ കണ്ടാലും മതിയെന്ന്. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയാം. എനിക്ക് എൻ്റെ അറിവുകൾ, എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഷെയർ ചെയ്ത് ഞാൻ പറയാം. ഈ തിരൂര് എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു മഹത്തായ ഒരു സംഭവം തന്നെ ഉണ്ട്. ഇവിടെ തിരുവനന്തപുരം, തിരൂര്, ഈ തിരുവിന്റെ ഒരു ഇതിൽ ഞാൻ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മഹത്തായ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് മഹത്തായ സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ തിരുനാവായ ക്ഷേത്രമുണ്ട്. അപ്പൊ തിരുനാവായ ക്ഷേത്രം, അതിനോട് ബന്ധപ്പെട്ടിട്ട് 108ാമത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ത്രിമൂർത്തികൾ സംഗമിക്കുന്ന സ്ഥലം, ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ. അവര് സംഗമിക്കുന്ന പറഞ്ഞാല് അവരവിടെ ജീവിച്ചിരുന്നു. ഏതൊക്കെ ജന്മത്തിലെന്നല്ല, തിരുമൂർത്തികൾ ഇവരവിടെ ജീവിച്ചിരുന്നു. ഞാൻ ഇതിന്റെ കുറെ കഥകൾ അവര് പറയും. അതായത് അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാല് അവർക്ക് അവിടെ കഥകൾ പറയാനുണ്ട്. ത്രിമൂർത്തികൾ പണ്ട് യാഗം നടത്തിയിരുന്ന സമയത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ പ്രത്യക്ഷമായത്. ആരാണ് ശരിക്കും ബ്രഹ്മാവ്, ആരാണ് വിഷ്ണു, ആരാണ് ശങ്കരൻ? ഇത് ശരിക്കും ബ്രഹ്മകുമാരീസിലുള്ളവർക്ക് അറിയാം. ബാക്കിയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ജ്ഞാനം അവർക്ക് ആയിട്ടില്ല. അവരുടെ ധാരണയിൽ 4 തലയുള്ള ഒരു താമരയിലിരിക്കുന്ന ഒരു ദേവൻ, ഭയങ്കര ദേവൻ. വിഷ്ണു പറയുമ്പോൾ അനന്തശയനം, അതില് അങ്ങനെ വിരാജിച്ചിരിക്കുന്ന നീല കളറൊക്കെ ആയി 4 കൈകളുള്ള, കാൽ കീഴിൽ ലക്ഷ്മി കാലൊഴിഞ്ഞു കൊടുക്കുന്ന, അങ്ങനെ ഒരു ചിത്രമാണ് വിഷ്ണുവിനെ കുറിച്ചിട്ട് ഭക്തരുടെ ഇടയിലുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കുന്ന മഹത്തായ രൂപം നിന്നുകൊണ്ട് തന്നെ 4, 5, 8 കൈകളൊക്കെ ഉള്ള ആ മഹത്തായ പ്രകാശ രൂപം. പിന്നെ ശങ്കരനെ സംബന്ധിച്ചും പലരില്
നോളജ് പറഞ്ഞത് അറിവ് വരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് മുടിയും കാര്യങ്ങളും, ഒരുപാട് രുദ്രാക്ഷവും, പിന്നെ നീല കളറായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുപോലെ മീശയും താടിയുള്ള രൂപത്തിൽ പലരും കാണുന്നു, പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ താടിയും മീശയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 മൂർത്തികളെ പറ്റിയിട്ട് തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്കും ഒരു വ്യക്തത ഇല്ല എന്ന് പറഞ്ഞാല് അവരിലേക്ക് ആ ഒരു രൂപത്തെ എത്തിച്ചിട്ടുള്ളത്, ത്രിമൂർത്തികൾ എത്തിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ്. ഈ 3 രൂപവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറിട്ട രൂപം. ഒരു സാധാരണ മനുഷ്യന് പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ സംസാരിക്കാനും അതിനൊരു പരിഹാരം കാണാനും അവിടെ പറയാൻ പറ്റില്ല. ദേവന്മാരാണ് ഇവരുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഈ ചിത്ര ഇതിൽ പറഞ്ഞാൽ. എപ്പോഴും ഇതുണ്ടാവില്ല. ഈ 3 മൂർത്തികളും ത്രിമൂർത്തികൾ എപ്പോഴും ഷോയില് എല്ലായിടത്തും അങ്ങനെ ഷോ ചെയ്ത് നടക്കുന്ന വ്യക്തികളല്ല. ദേവന്മാര് പോയിട്ട് വേണം ഓരോ പ്രശ്നങ്ങൾ ത്രിമൂർത്തികൾ അവതരിപ്പിക്കും. ത്രിമൂർത്തികളാണ്, എന്നിട്ട് ത്രിമൂർത്തികളാണ് കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. പല പല കഥകളിലും പറഞ്ഞെന്താ വെച്ചാൽ ആദ്യം ബ്രഹ്മാവിനോട് പരാതി പറയും. ബ്രഹ്മാവ് ഒരു പരിഹാരം നോക്കുമ്പോൾ അതിനിടയിൽ പിന്നെ ബ്രഹ്മാവിന് പറ്റാത്ത സമയങ്ങളിൽ അത് നേരെ വിഷ്ണുവിലേക്ക് കയറും. അപ്പൊ വിഷ്ണുവിൽ പോയി കഴിഞ്ഞിട്ട് അവിടെയും പരിഹാരം ഇല്ലെങ്കിലാണ് ലാസ്റ്റ് ശങ്കരനിലേക്ക് വരിക. പിന്നെ ശങ്കരൻ താണ്ഡവമാടുന്നതും അങ്ങനെയുള്ള കുറെ കഥകളാണ്. അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. അതാണ് രസം. അങ്ങനത്തെ ഒരു സംഭവം അതായത് കഥകളിൽ പറഞ്ഞ പ്രകാരത്തിലില്ല. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്യേണ്ട സംഭവം. കഥകളിൽ പറഞ്ഞ പ്രകാരം ഇല്ലെങ്കിലും അതിനൊക്കെ ഒരു റിയാലിറ്റി ഉണ്ട്. അതിനൊരു റിയാലിറ്റി ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ബാബ പ്രത്യേക ജ്ഞാനത്തിൽ ഈ 3 പേർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുള്ളത് തന്നെ. ഒന്ന് ബാബ, അതാണ് ബാബ പറഞ്ഞ എപ്പോഴും. ബാബ ഈ വൃക്ഷം നേരെ തലയിരിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ ത്രിമൂർത്തികൾ 1, 2, 3. പിന്നെ അഷ്ടരത്നങ്ങൾ. അപ്പൊ അഷ്ടരത്നങ്ങൾ പറഞ്ഞാൽ 5 പേര്. അതാണ് ഞാൻ ഈ കറണ്ടിന്റെ കാര്യം നേരെ എടുത്തത്. നേരെ അടിയിൽ 5 പേര്. അടിയിലാണോ വശങ്ങളിലാണോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അഷ്ടരത്നങ്ങളുടെ ഇടയിൽ പിന്നെ 108. അപ്പൊ ഈ 8ന്റെ നേരെ അടിയിൽ 100. അതെവിടെ, എങ്ങനെ, ഏത് രീതിയിൽ നമുക്ക് ചിത്രം കാണാം. പക്ഷെ അതിന്റെ വ്യക്തത ബാബ തന്നെ വന്ന് പറഞ്ഞുതരും. ബാബ വന്ന് പറഞ്ഞുതരാന്നല്ല, ബാബ അതിന് ക്ലാരിറ്റി തരും. ഇതെല്ലാവരുടെ ഉള്ളിലും, അതായത് അന്തർലീനമായിട്ട് ഇതിന്റെ സത്യത എന്താ പറയാ, വളരെ ക്ലാരിറ്റി എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അവസാനം വരുന്ന ആത്മാവിലും ജ്ഞാനമുണ്ട്. ഈ ആദിയിലുള്ള ത്രിമൂർത്തികളിലും ജ്ഞാനമുണ്ട്. പക്ഷെ ത്രിമൂർത്തികളിലുള്ള ജ്ഞാനം, യോഗം, ധാരണ, സേവനം, അത് അവസാനത്തിലുള്ള ആത്മാവിലുണ്ടാവില്ല. അവരങ്ങനെ ചെയ്യില്ല. പക്ഷെ കറക്റ്റാണ്. അവസാനം സെറ്റിൽമെന്റ് ടൈമില് ത്രിമൂർത്തികളായിട്ട് അതാത് സ്ഥാനത്ത് പോയിരിക്കും. അഷ്ടരത്നങ്ങൾ അവരുടെ സ്ഥാനത്തിരിക്കും. അതിന്റെ ആധാരത്തിലാണ് ഇവിടെ വീണ്ടും സത്യമൊക്കെ ആരംഭിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ പ്രകൃതി ഓരോരോ ആത്മാക്കൾക്കും വേണ്ട സമ്പത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്ത് സമ്പത്ത്? ആ രീതിയിലുള്ള ശരീരം കൊടുക്കുക. ബ്രഹ്മാവ് ഇനിയൊരു ജന്മം ഇവിടെ എടുക്കുമ്പോൾ കൃഷ്ണനായിട്ട് വരും. ആ കൃഷ്ണന്റെ കുട്ടിക്കാലം വേണ്ടത് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ ചെയ്യും ഒന്നും പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ കറക്റ്റായിട്ട് ലക്ഷ്മി നാരായണൻ അവിടെ പോയിട്ട് ലക്ഷ്മി നാരായണൻ ആവുക തന്നെ ചെയ്യും. എന്ത് ലക്ഷ്മി? ആദ്യത്തെ കിരീടധാരി ആവുക തന്നെ ചെയ്യും. അത് എത്ര വർഷമാണ് ലക്ഷ്മി നാരായണൻ എന്ന കിരീടത്തിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാനുള്ള സമയം കൊടുക്കുന്നത്? 30ഓ 35ഓ എത്രയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ട്രിപ്പിൾ ഓം ശാന്തി.